എല്ലാവർക്കും ദുബായിൽ നിന്ന് സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മള് ജുമാ കഴിഞ്ഞിട്ട് നമ്മള് ആച്ചിക്കായിട്ട് നമ്മുടെ കസിനുമായിട്ട് നമ്മൾ ഡെസർട്ട് സഫാരിക്ക് പോവാണ്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ തന്നെ നമ്മളൊരു ബഗ്ഗി ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിർത്താന്ന് വിചാരിച്ച്, അത് മാത്രമല്ല റിഫ്രഷ്മെന്റും ചെയ്യാന്ന് വിചാരിച്ചു അവിടെ. അറിയോ ഓടിക്കാൻ? ഓടിച്ചപ്പോഴാണ് ബാക്കി ഇരുന്നപ്പോഴാണ് ബഗ്ഗി റൈഡ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ദുബായിലൊക്കെ വരികയാണെങ്കിൽ ഇത് മിസ് ചെയ്യാനേ പാടില്ല. അടിപൊളിയാണ്, നമ്മൾ പറക്കണ പോലെയാണ്. അതുമാത്രല്ല, അതിന്റെ ശേഷം നമ്മൾ ഡ്യൂൺ ബാഷിങ്ങിന് വേണ്ടി ലാൻഡ് ക്രൂസറിൽ കയറി. ഒവ്വോ, എന്ത് പറയാൻ, അങ്ങ് ലൈക്ക് ഡെസേർട്ടില് ഞാൻ പറഞ്ഞില്ല പറന്നു, അതേപോലെയാണ്. ലൈക്ക് ഒരു ഛർദിക്കാൻ വരും, ഇങ്ങനെ തല ഇറക്കൊക്കെ വരും, ഒരു കൺട്രോളും ഇല്ലാതെ. എന്നിട്ട് നമ്മൾ അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അതുമാത്രല്ല, ഈ ഫുൾ ലാൻഡ്സ്കേപ്പ് ഫുൾ കാണാൻ വേണ്ടി. ഇവിടെയൊക്കെ ബഗ്ഗി തന്നെ ഇങ്ങനെ പൊക്കോണ്ടുവരിക്കും. നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെയൊക്കെ സൈഡിൽ പോയി. എന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസും എടുത്ത് അതിന്റെ ശേഷം നമ്മൾ ലൈക്ക് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ആംഗിൾ മിസ് ചെയ്യാതെ നമ്മൾ റെക്കോർഡ് ചെയ്യായിരുന്നു. അതിന്റെ ശേഷം ഞാനും സുൽത്താക്കയും വണ്ടി കയറി, സൽമാൻകയും ആച്ചിക്കും അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടുപേരും വണ്ടീന്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നതില് അവർ അവിടെ നിന്ന് വെളിയിൽ നിന്ന് നമ്മുടെ എക്സ്പീരിയൻസ് റെക്കോർഡ് ചെയ്യായിരുന്നു. അടിപൊളി. ഇത് ആച്ചിക്കയും സൽമാൻകയും റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയാണ്, ഒരു ബാലൻസും ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ടെന്റിലോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓടിച്ച വണ്ടി പറ്റൂല, അതിലെ കാറ്റൊക്കെ കുറവാണ്. നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോണോണ്ട്. അപ്പൊ ആ വണ്ടി അവസാനം വന്നു കുറെ നേരം കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് സുൽത്താക്കാക്ക് സൺസെറ്റ് കാണാൻ മേളില് കയറണോന്ന് പറഞ്ഞു. കുന്നിന്റെ മേളിൽ തന്നെ കയറണോന്ന് പറഞ്ഞു. അങ്ങനെ സുൽത്താക്ക കഷ്ടപ്പെട്ട് കയറുകയാണ്. അതിന്റെ ശേഷം കയറിയപ്പം കണ്ടത് ഒരു ക്യാമല് അവിടെ റൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആച്ചിക്കയും സുൽത്താക്കയും ഇത് ക്യാമലിലോട്ട് കയറി അതിലെ റൈഡിലായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായി. അവിടെ ടെന്റിന്റെ അകത്ത് കയറിയപ്പോ നല്ല ആംബിയൻസ്, നല്ല കാറ്റും. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാവരും നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്നപ്പോഴേ തന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് ഫെലാഫിലും നല്ല അടിപൊളി ഷവർമയും നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ പ്രോഗ്രാമും സ്റ്റാർട്ടായി പാരലലി. അപ്പം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ബെല്ലി ഡാൻസിങ്ങും മറ്റേ ഫ്ലെയിം ത്രോവറൊക്കെ അടിപൊളിയായിരുന്നു. ഉമ്മാക്ക് ഇതൊക്കെ എപ്പോഴും നേരിട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് എല്ലാം ഉമ്മാക്ക് കാണാൻ വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോക്ക് ഇടുമ്പം നമുക്ക് ഫുൾ ലെങ്ത് കൂടൂലേ ഫുൾ ഇട്ടാൽ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഈ പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ഡിന്നർ എടുക്കാൻ വേണ്ടി അവിടെ കയറിയപ്പം എല്ലാം തരം ഫുഡും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും നന്നായി കഴിക്കുന്നുമുണ്ട്. നമ്മള് എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്ത് നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് വരികയാണ്. നിങ്ങൾ ഇവിടെ ദുബായിലോട്ട് വരികയാണെങ്കിൽ എന്തായാലും ഡെസേർട്ട് സഫാരി ചെയ്തേ പറ്റും. ഇത് തന്നെ ഒരു ഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഫുഡായിരുന്നു, നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ സൈഡിൽ ബാക്കി പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്ഷ്യൻ ഡാൻസും അത് ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട് ടിവിയിലൊക്കെ. അത് മാത്രമല്ല വേറെ തരം ബെല്ലി ഡാൻസും ബാക്കി പ്രോഗ്രാംസ് ഫുൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുൾ ടെന്റ് തന്നെ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും റഷ്. അപ്പം അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ഓഫ് ചെയ്ത സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യാണ്. അപ്പൊ ആച്ചിക്ക് എടുത്ത് വിടാ പറഞ്ഞ് നമ്മള് പോവാണ്. അവിടെ പോയപ്പോ നമ്മള് രാവിലെ കണ്ട മറ്റേ ദുബായ് ഫ്രെയിം ഇല്ലേ, അതിപ്പോ രാത്രിയുള്ള വ്യൂ കണ്ടോ. നല്ല അടിപൊളി ലൈറ്റിങ്ങും എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് കയറിയേ പറ്റൂ. നല്ല ഒരു വ്യൂ ആണെന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ
ഇനി സുൽത്താൻ അന്ന് കഴിച്ച ദോശ മതിയാ? ഇന്നിപ്പോ 11 മണിയായി. ദോശ ഇട്ടോ ബിരിയാണി ഇട്ടോ അറിയാം. അത് മാത്രല്ല നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്നും രാവിലെ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അല്ല, ഇത് നമ്മൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ മേടിച്ചു തരുന്നത്. യെസ്, റിസ്വാൻ സാറിന് ഫസ്റ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കോമ്പറ്റീഷൻ. സുൽത്താൻ എനിക്കായാലും പക്ഷേ റിസ്വാന് ഹെഡ് സ്റ്റാർട്ട് കിട്ടി, അത്രേ ഉള്ളൂ. റിസ്വാൻ ആദ്യം തീർക്കുന്ന നീയാ വിഴുങ്ങിയൊന്നും വേണ്ട, ചവച്ച് കഴിക്കണം. അതെ, ഞാൻ ചവച്ചാ തിന്നാറ്. പക്ഷെ എന്നാലും കോളേജ് ആയാലും എവിടെ ആയാലും ആദ്യമേ ഞാനൊക്കെ കഴിക്കും. എന്നാലും എങ്ങനെയുണ്ട്? വെറുതെ ഇരിക്കേണ്ടി നാട്ടില് നേരൊന്നും കഴിക്കൂല, ദുബായിൽ വന്നിട്ട് ഹോസ്റ്റലിൽ ഈ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ചേക്ക് ഇരിക്കണത്. ഞാൻ ആദ്യമേ കഴിച്ചു തരും. നമുക്ക് ഇവരാരും പകുതിയിലെത്തി കാണില്ല. പിന്നെ അവിടെ വെറുതെ ഇരുന്നോണ്ടിരിക്കണം അവിടെ കൂടെ. റെക്കോർഡ് തന്നെ. താങ്ക് യു. അപ്പം നമുക്കുള്ളത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് നമുക്ക് കഴിക്കാം. അപ്പൊ ഇനി അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരമാണ് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെ കാണുന്നതാണ് IMG വേൾഡ്. IMG നമ്മൾ IMG വേൾഡ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിരുന്നല്ലേ? ഫുൾ വെയിറ്റ് നമ്മുടെ സൈഡിലോട്ട് പോകുന്ന രീതിയിൽ. നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ എന്താ പറയുക, റൈഡിൽ കയറുന്നോണ്ട് തന്നെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റില്ല. ഇതുണ്ടായപ്പോ as possible and make sure അതെങ്ങനെ ഉണ്ടായിരുന്നു? വെയിറ്റ് ചെയ്തതിന് വേർത്തിട്ടായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ശരി, കറക്റ്റ് തന്നെ. ആ, കറക്റ്റ് തന്നെ. അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പൊക്കത്തിൽ പോയിട്ട് അതുകൊണ്ട് വരും. ആ, നല്ല ഇതായിരുന്നു അല്ലേ? ആ വീഴ്ച തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. Ride of the with Finn and Jake. Adventure time, Kara. Where are we? This is real space! How'd you breathe?
And I'm hungry. Oh, we can eat after. Oh damn, this is manually we have to do. സുൽത്താക്ക് അതോ അവിടെ എവിടെയാണ്? എവിടെയാ? സുൽത്താക്ക് വരുമ്പോ കാണിക്കാം. സുൽത്താക്ക് അതിൻ്റെ അകത്ത് കയറി, ഇതോ അങ്ങോട്ട് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് നല്ല ദൂരമുണ്ട്. എനിക്ക് പേടിയാണ്ടാണ് കയറാത്തത്. പേടിയെന്നല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മുകളിൽ പോയത്? കയറിയതെടുത്തായിരുന്നു. ഓ എടുത്ത്, പക്ഷെ സുൽത്താക്ക് ഞാൻ പറഞ്ഞാണ് സുൽത്താക്ക് എടുത്ത് ക്യാമറ എടുത്തോണ്ട് അങ്ങോട്ട്. അപ്പൊ ഇല്ലല്ലോ, ഞാൻ ഒന്നാമത് കണ്ണാടിയില്ലാതെയാണ് മുകളിൽ പോണത്. എനിക്ക് എന്നാലും അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടായിരുന്നു. ഒന്നാ എനിക്ക് കണ്ണാടിയില്ല, അപ്പൊ ഇത് എങ്ങോട്ട് ചാടണോ ഞാൻ ഇങ്ങനെ നോക്കി കുറെ നോക്കിയിട്ടേ കയറുന്നത്. എന്നാലും അത് കൊള്ളാം. ഇനി ബാക്കിയുള്ള കാണിച്ചു തരാം. തിരക്കായി തുടങ്ങിയല്ലേ? 5:20. ഇനി എത്ര സന്ധ്യ സമയം നമ്മള് 12 മണിക്ക് ഒന്നാണ് ഇതുവരെ ഇറങ്ങില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാം കവർ ചെയ്ത് നമ്മള്. ആ മാപ്പ് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു തോന്നുന്നു. ആ ഫുൾ കവർ ചെയ്ത് നമ്മള് എല്ലാം. സെക്കൻഡ് റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വിളിക്കാൻ സൽമാൻക്ക് വന്ന് ഇനി എക്സിറ്റിലോട്ട് പോവാണ്. അല്ല ഇരുട്ടായില്ലേ? അത് നമ്മൾ 3 തവണ പോയി. 3 തവണ പോയി. അങ്ങനെ ഇനി എങ്ങോട്ടാ? എക്സ്പോ നോക്കിയാ ടയർഡ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. പക്ഷേ അവിടെ പോകാനുള്ളൊരു അത് തന്നെ. ഗ്ലോബൽ വില്ലേജ് കയറാനല്ലേ 15 തരം. ആൻഡ് ദീസ് ആർ സെപ്പറേറ്റ് റൈറ്റ്? ഹൗ മച്ച്? ലൈക്ക് അപ്രോക്സ്. ഓ എൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് വീഡിയോ. എങ്ങനെയുണ്ട്? ചെക്കിങ്ങിൽ വന്നപ്പോൾ ഉമ്മയുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ആൻറ്റിയുടെ പേര് ആൻറ്റി? രാസ്ന ആംഗിൾ. അപ്പൊ ആന്റിയും അങ്കിളായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം അടിപൊളി ദുബായ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.